ഇന്നത്തെ നമ്മുടെ ടീം അനുസരിച്ച് വൺ അക്കോർഡ്, വൺ സ്പിരിറ്റ്, വൺ മിഷൻ. വൺ അക്കോർഡ് മീൻസ് ഒരുമനപ്പെട്ട് ഏകമനസ്സോടെ ഐക്യതയോടെ, സ്റ്റാൻഡിങ് ഇൻ വൺ അക്കോർഡ്. അതിനൊരു ഉദാഹരണം ഞാൻ ആദ്യമേ തന്നെ പറയാം. ഈ കോൺവെക്സ് ലെൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കോൺവെക്സ് ലെൻസ്. അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കും. കോൺകേവ് ലെൻസ് ഉണ്ട്, റെഗുലർ ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസ് സൂര്യപ്രകാശത്തിന് അഭിമുഖമായി പിടിച്ചുകൊണ്ട് കയ്യിൽ കുറച്ച് കോട്ടനോ അല്ലെങ്കിൽ പേപ്പറോ വച്ച് ആ റേസ് ഫോക്കസ് ചെയ്ത് ഒരു പിൻ പോയിന്റ് പോലെ ആ റേസ് കൊണ്ടുവന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ പഞ്ഞിയോ പേപ്പറോ കത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്, സയൻസ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ, കമ്മ്യൂണിക്കേഷൻ, എനിക്ക് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ്റെ ലൈസൻസ് ഉണ്ട്, ടവർ നടത്താനുള്ള ലൈസൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ലൈസൻസ് ഉണ്ട്, മോഴ്സ് കോഡ് സെൻഡ് ചെയ്യാൻ റിസീവ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ തിയറിറ്റിക്കലായിട്ട് സയൻറ്റിഫിക്കലായിട്ട് പറഞ്ഞു പോയാൽ എൻ്റെ മുൻപിലുള്ള സമയം അതിനൊന്നും പോരാ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാത്രം അങ്ങ് പറഞ്ഞു പോകാം എന്നുള്ളതേ ഉള്ളൂ. പൊതുവായിട്ട് ഇവിടെ വൺ അക്കോർഡ്, സ്റ്റാൻഡിങ് ഇൻ വൺ അക്കോർഡ്, വൺ സ്പിരിറ്റ്, അതായത് ഏക ആത്മാവ്, യൂണിഫൈഡ് ഇൻ സ്പിരിറ്റ്, വൺ സ്പിരിറ്റ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെയാണ് ഇവിടെ നാം സൂചിപ്പിക്കുന്നത്. മൂന്നാമത് വൺ മിഷൻ, സ്ട്രൈവിംഗ് ഫോർ വൺ മിഷൻ. ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന നല്ല വാർത്ത ലോകത്തെല്ലായിടത്തും എത്തിക്കുക എന്നുള്ള ഏക ഉദ്ദേശമാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് കോമണായിട്ട് പറയുകയാണെങ്കിൽ, ഇത് മൂന്നും കോമണായിട്ട് പറയുകയാണെങ്കിൽ, അതൊരു കോമൺ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, ദ ബിബ്ലിക്കൽ മെസ്സേജ് ഓഫ് വൺ അക്കോർഡ് ഇൻ വൺ സ്പിരിറ്റ് ആൻഡ് വൺ മിഷൻ കോൾസ് ബിലീവേഴ്സ് ടു ലേ aside selfish ambition, align their hearts in mutual love, humble service and unwavering dedication to sharing the gospel. It transforms a diverse group of people into unified, unstoppable force for God's kingdom. ഈ മൂന്ന് വിഷയങ്ങളുടെ ചേർത്ത് ഞാൻ കോമൺ ആയിട്ടായിരിക്കും പറയുന്നത്. കാരണം ഓരോ സബ്ജക്റ്റ് എടുത്ത് പറയാനുള്ള സമയം എനിക്കില്ല. എന്നാൽ കോമൺ ആയിട്ട് ഞാൻ ഇത് മൂന്നും കൂടെ ചേർത്ത് പറയുന്നതായിരിക്കും. പഴയ നിയമകാലത്ത് പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടി പ്രത്യേക ആളുകളെ ദൈവം തിരഞ്ഞെടുത്തിട്ട്, അതായത് പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ന്യായാധിപന്മാർ എന്നിവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നും പോയും ഇരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരുടെയും ചരിത്രം പറയാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവരുടെയും ചരിത്രം എൻ്റെ മുൻപിലുണ്ട്, എന്നാൽ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരാളുടെ വിഷയം പറയാം. കീശിന്റെ മകൻ ശൗല് ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു. അവൻ ശമൂവേൽ പ്രവാചകന്റെ ഭവനത്തിൽ നിന്ന് ശൗലിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മടങ്ങി പോകുന്ന വഴിക്ക് അവൻ പ്രവചിച്ചു കൊണ്ടായിരുന്നു പോയത്. അത് ആദ്യം അവൻ ശമൂവേൽ പ്രവാചകന്റെ അടുത്ത് ചെന്നത് നഷ്ടപ്പെട്ട കഴുതകള് അതെവിടെ പോയെന്നറിയാൻ പ്രവാചകനോട് ചോദിക്കാനാണ് പോയതെങ്കിലും അവിടെ ചെന്ന് അഭിഷേകം കൈക്കൊണ്ട്, അതായത് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിട്ടുള്ള അഭിഷേകം അവന്റെ കയ്യിൽ കിട്ടി. അവൻ മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ പ്രവചിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. അതിനു മുമ്പ് പ്രവചിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആളുകളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കീശിന്റെ മകൻ ശൗലുമുണ്ടോ പ്രവാചകന്മാരുടെ കൂട്ടത്തില്? നോക്ക്,
അങ്ങനെ പ്രവചിച്ചുകൊണ്ട് പോയ ചരിത്രം നമുക്കറിയാം. ഇങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ഞാൻ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ അവിടെ ഒരു പ്രത്യേക കാര്യം അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. 1 ശമൂവേൽ 16-14 എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. നോക്ക്, പരിശുദ്ധാത്മാവിനെ കൊടുത്തത് ദൈവമാണ്. എന്നാൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനല്ലാത്തത് കൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ എടുത്ത് മാറ്റിയിട്ട് അവന്റെ മേൽ ദുരാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടി അവൻ എന്തെല്ലാം ചെയ്തുവോ അത് 2 വർഷം മാത്രമേ ചെയ്തുള്ളൂ. ശൗല് 40 വർഷം രാജാവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2 വർഷം പരിശുദ്ധാത്മാവിൽ മാത്രമേ അവൻ ഭരിച്ചുള്ളൂ. 38 വർഷക്കാലം ദുരാത്മാവിനാലാണ് ഭരിച്ചത്. അപ്പോൾ ഓർക്കണം, പരിശുദ്ധാത്മാവ് വന്നു. ചിലർ പറയും 50 വർഷത്തിനു മുമ്പ് 75 വർഷത്തിനു മുമ്പ് പരിശുദ്ധാത്മാവ് കിട്ടിയെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നാം ഇന്ന് ഇവിടെ ക്ലാസ്സിലായിരിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാനായിട്ടാണ് നമ്മുടെ മുൻപിൽ ഉള്ള സമയം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. യഹോവയായ ദൈവം യെഹെസ്കേൽ പ്രവാചകൻ മുഖാന്തരവും അതുപോലെ തന്നെ ജോവേൽ പ്രവാചകൻ മുഖാന്തരവും ഭാവിയിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ പറ്റി പ്രവചന ആത്മാവിൽ ദൂത് കൊടുത്തു. യെഹെസ്കേൽ പ്രവചനം 36 26-27 വാക്യങ്ങളില് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ അയക്കും, കല്ലായിട്ടുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായിട്ടുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും എന്ന് യെഹെസ്കേൽ പ്രവാചകൻ മുഖാന്തരം യഹോവയായ ദൈവം അരുളി ചെയ്തു. അന്ന് പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കുന്ന സമയത്താണ് പറയുന്നത്, ഞാൻ കല്ലായിട്ടുള്ള ഹൃദയം മാറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് ഇറങ്ങി വസിക്കത്തക്ക രീതിയിലുള്ള ഹൃദയം നിങ്ങൾക്ക് ആക്കിത്തരും. അവിടെ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ യോവേൽ പ്രവചനം നമ്മുടെ കുറിവാക്യത്തിൽ കുറിവാക്യം ഇതാണല്ലോ നമ്മുടെ ഈ ടീമിലുള്ള കുറിവാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം വാക്യത്തില് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. And the day of Pentecost was fully come. They were all in one accord. അങ്ങനെ കൂടിയിരുന്നു. അവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പുതുതായി ജനിക്കുന്നതിനെ കുറിച്ചും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതിനെ കുറിച്ചും യേശുക്രിസ്തു പഠിപ്പിച്ചിരുന്നു. നിക്കോദീമോസിന്റെ ചരിത്രം അവിടെ നമുക്കറിയാവുന്നതായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിലും യേശുക്രിസ്തു ആ അധ്യായത്തിൽ, അതായത് യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിൽ അത് പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ യോവേൽ പ്രവചനം 2-ാം 28, 29 എന്നീ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, അതിനുശേഷം ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. യെഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞ അതേ ദൈവം തന്നെ യോവേൽ പ്രവാചകനോടും പറഞ്ഞു. ഏതിനു ശേഷം ഈ സംഭവങ്ങൾ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഒരുപാട് ചരിത്രങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം പിൻപോയിന്റ് ചെയ്തിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇതിന് ശേഷം ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ന് ആത്മാവ് വന്നും പോയി നിൽക്കുന്ന അവസരത്താണ് ഈ പ്രവചനം വരുന്നത്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്നും പോയും ഇരുന്നു. എന്നാൽ യഹോവയായ ദൈവം പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചു, ഞാൻ സ്ഥിരമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തന്നിട്ട് സ്ഥിരമായ ഒരു ആത്മാവിനെ തരും. ആ ആത്മാവ് ഏത് രാജ്യത്ത് ഉള്ളവരോ
ഭാഷക്കാരോ വംശക്കാരോ പ്രായമെന്നില്ല, വൃദ്ധരെന്നില്ല, ചെറുപ്പക്കാരെന്നില്ല, അവർക്കെല്ലാം കൊടുക്കും. അത് പലരും വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്, ഈ എല്ലാവർക്കും അങ്ങ് കിട്ടുമെന്ന്. അല്ല, എല്ലാവർക്കും കിട്ടത്തില്ല. അതാ ഞാൻ ഇനി പറയാൻ പോകുന്നത്. എല്ലാവർക്കും കൊടുക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ വാങ്ങിക്കാൻ തയ്യാറുള്ളവർക്കേ കൊടുക്കത്തുള്ളൂ കേട്ടോ. അത് ഞാനിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ച് മുന്നോട്ട് പോകാം. ഞാൻ മിഷൻ കൂടി ഒന്ന് ടച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതായത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തു താൻ ആദ്യം തിരഞ്ഞെടുത്ത് മിഷൻ വർക്കിന് അയക്കുന്ന ഒരു വിശദീകരണം കാണുവാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ യേശു വീണ്ടും 70 പേരെ തിരഞ്ഞെടുത്തു. ആദ്യം 12 പേരെ തിരഞ്ഞെടുത്തു, അവരെ ശിഷ്യന്മാരാക്കി, അവരെ പ്രാർത്ഥിച്ച് പിന്നീട് അപ്പോസ്തലന്മാരാക്കിയ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 70 പേരെ തിരഞ്ഞെടുത്ത് അയച്ചു. അവർക്ക് മിഷൻ വർക്കിന് വേണ്ടിയാണ് അവർ തിരഞ്ഞെടുത്തത്. അവർ പോയിട്ട് റിപ്പോർട്ട് വന്നു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് യേശുവിനോട് വലിയ വലിയ കാര്യങ്ങൾ അവർ പറയുമ്പോൾ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചയച്ചതാ, നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിനെ തന്നതാ. പക്ഷെ ഇതല്ല മെയിനായിട്ടുള്ള കാര്യം. നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ടെങ്കിൽ അതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടതെന്ന് ആ ഭാഗത്തുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുന്നതിലല്ല നാം സന്തോഷിക്കേണ്ടത്, രോഗികൾ സൗഖ്യമാകുന്നതിലല്ല നാം സന്തോഷിക്കുന്നുണ്ട്, വിടുതൽ പ്രാപിക്കുന്നതിലല്ല. നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടോ എന്ന് നോക്കണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കളിൽ തള്ളിയിടി എന്ന് തിരുവചനം എഴുതിയിരിക്കുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് എല്ലാ ദിവസവും നാം പരിശോധിക്കേണ്ട ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് യേശു പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥന യൂണിറ്റിയെ പറ്റിയാണ്. യൂണിറ്റി, അതായത് പിതാവേ, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ. അപ്പോൾ അവരുടെ യൂണിറ്റിയെ പറ്റി 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവുമായിട്ടുള്ള യൂണിറ്റിയെ പറ്റി അവിടെ പറയുന്നു. അതിനുശേഷം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരൊന്നായിരിക്കണം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും ഒന്നായി, അത് കഴിഞ്ഞിട്ട് പിതാവിലും പുത്രനിലും അതുപോലെ തന്നെ ഈ ശിഷ്യന്മാരും ഒന്നായിരിക്കണം. അതാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ പ്രാർത്ഥനയിൽ പറയുന്നത്, ഈ ശിഷ്യന്മാർ മുഖാന്തരം രക്ഷയിലേക്ക് വരുന്നവർക്ക് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരും ഒന്നായി തീരണം. നോക്കെ, ആ 17-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള പ്രാർത്ഥനയാണ് പറയുന്നത്. ആ പ്രാർത്ഥനയിൽ വിശദീകരിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശു തമ്പുരാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ യൂണിറ്റി 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 എന്നാണ് യേശു തമ്പുരാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അത് ലാസ്റ്റ് കമ്മീഷൻ ഫോർ ദി മിഷൻ, നമ്മുടെ സബ്ജക്റ്റിൽ 1 മിഷൻ ആണല്ലോ, ലാസ്റ്റ് കമ്മീഷൻ ഫോർ ദി മിഷൻ. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു അതിനു മുൻപേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ പോകുകയാണ്, അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞ്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ ഞാൻ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. അപ്പോൾ അവരുടെ ഹൃദയം കലങ്ങി, നീ പോകുകയാണോ,
എങ്ങോട്ടാണ് പോകുന്നത്? ആ വഴി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഞങ്ങളൂടെ വരാമെന്നൊക്കെ പറയുന്ന ആ ഭാഗമുണ്ട്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വരാനൊക്കത്തില്ല. ഞാൻ ആ വഴി, എന്നിൽ കൂടിയാണ് പിതാവിൻ്റെ സന്നിധിയിൽ പോകേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടീഷനിൽ വരാനൊക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ പിതാവിനോട് ചോദിക്കും, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. യേശുക്രിസ്തു അവരുടെ ഇടയിൽ ഒരു കാര്യസ്ഥനായിരുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കാൻ അവർക്ക് സാധിക്കാത്ത വന്നപ്പോൾ യേശുവിനോട് വന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. അവർക്കത് സാധിച്ചില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നതായിട്ട് കാണുന്നു. ഞാൻ എടുത്ത് വായിക്കുന്നില്ല. എന്നാൽ അവര് തനിച്ച് യേശുവിൻ്റെ അടുത്ത് അവർ തനിച്ചായിരിക്കുമ്പോൾ രഹസ്യമായിട്ട് ചോദിച്ചുകൊണ്ട്, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കാൻ നോക്കിയിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല യേശുവേ എന്ന് ചോദിച്ചപ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി ഒഴിഞ്ഞു പോകത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഞാൻ 3 ദിവസം ഉപവസിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറയാതിരിക്കേണ്ടതിനു വേണ്ടി പറയുകയാണ്. നമ്മൾ എപ്പോഴും റെഡിയായിരിക്കണം. ഏത് തരത്തിലുള്ള രോഗികൾ വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ ലഭിക്കേണ്ടതിന്, അത് രോഗി വന്നിട്ട് വിഷയം വന്നിട്ട് ഉപവാസം എടുക്കല്ല വേണ്ടിയേ, പിന്നെയോ അതിനു മുൻപേ നാം ഉപവാസം എടുക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഈ ശിഷ്യന്മാരോടുള്ള ഫെയർവെൽ മീറ്റിംഗ്, അവസാനത്തെ മീറ്റിംഗ് യേശുക്രിസ്തു അവരോട് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുകയും. നമ്മുടെ വൺ മിഷനാണല്ലോ, ഭൂമിയിൽ എല്ലായിടവും പോയി ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ശിഷ്യന്മാർക്കും മറ്റ് അനേകർക്കും പ്രത്യക്ഷനായി 40 ദിവസം ഭൂമിയിൽ അവരോടുകൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്പർ റൂമിൽ അവര് ഒന്നിച്ചു മടങ്ങിപ്പോയി. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വിഷയം ഇതാണ്, വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ്, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കുമെന്ന് പറഞ്ഞ ആ കാര്യസ്ഥനെ പ്രാപിക്കേണ്ടതിന് വേണ്ടി അവർ അപ്പർ റൂമിലിരുന്നു. ഓരോ ദിവസവും അവർ പ്രാർത്ഥിച്ചു. ഏകദേശം, അതായത് ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ചു, ഒരു രക്ഷയുമില്ല, കിട്ടിയില്ല. 2-ാമത്തെ പ്രാവശ്യം അവരെ തന്നെ ഒന്നുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 2-ാമത്തെ ദിവസവും കിട്ടിയില്ല. 3-ാമത്തെ ദിവസം ഒന്നുകൂടി അവരുടെ ഹൃദയത്തെ, അവരുടെ ജീവിതത്തെ, അവരുടെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. അങ്ങനെ 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, 6 ദിവസം കഴിഞ്ഞു, 7 ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞു, 9 ദിവസം കഴിഞ്ഞു. 10-ാമത്തെ ദിവസമായപ്പോൾ യഹോവയായ ദൈവം, കർത്താവായ യേശുക്രിസ്തു നോക്കിയപ്പോൾ അവരുടെ ഹൃദയം ഒരുക്കമുള്ളതായിരുന്നു. ഈ 10 ദിവസം അവർ ഒരുങ്ങുന്നതിന് വേണ്ടിയാ അവർ കാത്തിരുന്നത്. അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കാമായിരുന്നു. കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരെ കൊണ്ട് ഒരു പ്രയോജനവും പിന്നീട് വരാതിരിക്കത്തക്ക രീതിയിൽ അവരുടെ മിഷൻ വർക്ക് നടക്കണമെങ്കിൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് തീരുമാനമെടുത്ത് അവരുടെ ജീവിതം മൊത്തം സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പലരും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ശിഷ്യന്മാർ അതായത് ശിഷ്യന്മാർ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ 10 ദിവസം അവർ കാത്തിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദ്യം പലരും ചോദിക്കാറുണ്ട്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞില്ലല്ലോ നിങ്ങൾ 10 ദിവസം കാത്തിരിക്കണം. പറഞ്ഞായിരുന്നോ? യേശുക്രിസ്തു അവരോട് പറഞ്ഞ്, നിങ്ങൾ 10 ദിവസം കാത്തിരിക്കുമ്പോൾ 10-ാമത്തെ ദിവസം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമെന്ന് പറഞ്ഞില്ല. അവര് ഇരുന്ന് ഒരുക്കം പ്രാപിച്ച് അവരുടെ കല്ലായിട്ടുള്ള ഹൃദയം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അത് ദൈവത്തിൻ്റെ മന്ദിരമായി തീരുന്നിടം വരെ അവര് കാത്തിരുന്നു.
അതാണ് അവിടെ പറയുന്നത്. ആള് യേശുക്രിസ്തു പറഞ്ഞില്ല നിങ്ങൾ 10 ദിവസം ആ, കാത്തിരിക്കണമെന്ന്. അതുപോലെ തന്നെ അടുത്ത ഒരു ചോദ്യം, യഹൂദന്മാരുടെ 7 പ്രധാന പെരുന്നാളുകൾ ഒന്നായ 50-ാം ദിവസം വരെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞോ? ഇല്ല. അവർ 50-ാമത്തെ പെരുന്നാളിൽ അതുവരെ അവർ റെഡിയായി. അത് അന്ന് വരെ ആ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം 10 ദിവസം കഴിഞ്ഞു. അത് 50-ാമത്തെ ദിവസമായിരുന്നു. അല്ലാതെ 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് പെരുന്നാളിൽ നിങ്ങൾക്ക് ആത്മാവിനെ അഴിയിക്കും, അപ്പം നിങ്ങൾ പെന്തക്കോസ്തുകാരാകും എന്നൊന്നും പറഞ്ഞേച്ചല്ല യേശുക്രിസ്തു പോയ മണ്ടത്തരം വിളിച്ചു വെറുതെ ഒരുപാട് പേരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ്, ഈ കാരണത്താലാണ് 10 ദിവസം അവർ വെയിറ്റ് ചെയ്തതും 10 ദിവസം വരം ദിവസം കാത്തിരുന്നൊക്കെ. അതൊന്നുമല്ല. അവരുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിനെ ഇറക്കേണ്ടതിന് റെഡിയായപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരു വ്യക്തിക്ക് മിഷൻ വർക്കിന് പോകുവാൻ ചോദിക്കുമോ? ഞാൻ പെട്ടെന്ന് നിർത്തുന്നതായിരിക്കും. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ മിഷൻ വർക്കിന്, നമ്മുടെ വൺ മിഷൻ ഉണ്ടല്ലോ, മിഷൻ വർക്കിന് പോകാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാവിനെ ഇറക്കുവാൻ പോയ സ്കേവ എന്ന മഹാപുരോഹിതൻ്റെ 7 പുത്രന്മാരുടെ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ യേശു അയച്ചതല്ല, അവരെ അപ്പോസ്തലന്മാർ അയച്ചതില്ല. കാരണം ഈ ശിഷ്യന്മാരുടെയും യേശുവിൻ്റെ എല്ലാം ശ്രുതി അവർ കേട്ട് മിനിസ്ട്രിക്ക് ഇറങ്ങിയതാ. പറയുന്നത് മനസ്സിലായല്ലോ? ഈ ശ്രുതി കേട്ട് മറ്റുള്ളവർ പറഞ്ഞ്, സാധാരണ ഞാൻ ചെറുപ്പക്കാർക്കും വലിയവർക്കും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴേ നിങ്ങൾ മക്കളെ നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കള് സ്ട്രീറ്റിൽ നിന്ന് പഠിക്കും. മനസ്സിലായോ? ഈ സ്കേവ എന്ന മഹാപുരോഹിതൻ്റെ 7 മക്കള് മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ അവർക്ക് എന്തില്ല? അവർക്ക് വിളിയില്ലായിരുന്നു. അവരെ ദൈവം അയച്ചില്ല. അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരല്ല. പക്ഷെ അവർ മിനിസ്ട്രിക്ക് ഇറങ്ങിയിരിക്കുക. നമ്മുടെ ചോദ്യം എന്താ? അങ്ങനെ മിനിസ്ട്രിക്ക് ഇറങ്ങാൻ ഒക്കുമോ എന്നുള്ളതാ ചോദ്യം. മനസ്സിലായോ? അവിടെ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദുരാത്മാവ് അവരോട്, അതായത് ഒരു ഭൂതത്തെ ഇറക്കാനായിട്ട് പോയതാ. മിനിസ്ട്രി പലതരത്തിലുള്ളതുണ്ടല്ലോ. ഒരു ഭൂതത്തെ ഇറക്കാനായിട്ട് പോയതാ. ഭൂതം ഇങ്ങനെ ചേറയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ 7 പാസ്റ്റർമാർ, അതായത് സ്കേവയുടെ 7 പുത്രന്മാർ പാസ്റ്റർമാരിങ്ങനെ ചായയും കെട്ടി സൂട്ടുമിട്ട് കോട്ടുമൊക്കെ ഇട്ട് ഇങ്ങനെ ഭൂതത്തെ ഇറക്കാനായിട്ട് വന്നിരിക്കുക, റെഡിയായിട്ട് വന്നിരിക്കുക. അപ്പോൾ അവരോട് പറഞ്ഞതാണ് യേശുവിനെ, അതായത് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാവോട് പറഞ്ഞു, പോ പിശാചേ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം അങ്ങ് എഴുന്നേറ്റിട്ട് പറയുകയാണ്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. എന്നാ നിങ്ങളാരാ? അതിൻ്റെ താഴോട്ട് വായിച്ചാൽ അറിയാം, അവരിട്ടുകൊണ്ടുപോയ സൂട്ടും കോട്ടും എല്ലാം പറിച്ചു കളഞ്ഞിട്ട് നഗ്നരായിട്ടാണ് അവർ ഓടിയത്. ദൈവം അയക്കാതെ ആരും മിനിസ്ട്രിക്ക് ഇറങ്ങരുത്. നമ്മുടെ 3 വിഷയങ്ങളിൽ ഒന്ന് മിനിസ്ട്രിയാണ്. ദൈവം അയക്കാതെ ഒരു വ്യക്തി മിനിസ്ട്രിക്ക് ഇറങ്ങിപ്പോകരുത്. പോയാൽ ഇതാണ് സംഭവിക്കുന്നത്, ദൈവനാമം ദുഷിക്കപ്പെടും, അവരും ദുഷിക്കപ്പെടും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിഷയം കൂടി ഞാൻ പറയാം. അതായത് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ കൈ നീട്ടി ഭിക്ഷയ്ക്കു വേണ്ടി യാചിച്ചു. അതിൻ്റെ 4-ാമത്തെ വാക്യം, പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് പാവം ഒന്ന് നോക്കി, വല്ലതൊന്നും കിട്ടുമല്ലോ, 2 പേര് പോവുക, വല്ലതും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. അവിടെ അവർ പറയുകയാണ്, വെള്ളിയും പൊന്നും അവിടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ഒരു ലൈനിങ് പോകുന്ന പോലെ തോന്നും. ഞങ്ങളെ നോക്കാൻ പറഞ്ഞു, നോക്കി. പക്ഷേ അവർ പറയുക,
വെള്ളിയും പൊന്നും ഞങ്ങൾക്ക്, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു. ദൈവം അയച്ചവരവര്, മനസ്സിലായോ? അവരോടെ കൈനീട്ടി ഭിക്ഷ ചോദിച്ചപ്പോൾ പറയുകയാണ്, നീ വിചാരിക്കുന്നത് പോലുള്ള ഭിക്ഷ എൻ്റെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ളത് നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. അത് ഞങ്ങൾ അപ്പർ റൂമിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നതിന് മുമ്പേ യേശുവിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചെങ്കിലും അത് പോരാഞ്ഞിട്ട് അപ്പർ റൂമിൽ നിന്ന് ഞങ്ങൾ 10 ദിവസം കാത്തിരുന്ന് പ്രാപിച്ച ആ ശക്തി ഞങ്ങളുടെ മേലുണ്ട്. അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നടക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് പോയി. അതേ സമയത്ത് അയക്കാത്ത മിഷനറീസ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കുണ്ട്, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. പൊന്നും വെള്ളിയും ഞങ്ങൾക്കുണ്ട് ഈ കാലത്ത്, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല. അവരവിടെ തന്നെ ഇരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ചോദ്യം ഇതാണ്, ദൈവം അയക്കാതെ ഒരു വ്യക്തിക്ക് മിഷൻ വർക്കിന് പോകാൻ സാധിക്കുമോ? ദൈവം അയക്കാതെ മിഷൻ വർക്കിന് പോയാൽ അതെങ്ങനെ ഇരിക്കും? ഞാൻ 2 ഉദാഹരണം പറഞ്ഞു. എൻ്റെ മുൻപിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ സഭ ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ വിഷയം ഇൻ വൺ അക്കോർഡ്, ഇൻ വൺ സ്പിരിറ്റ്, ഇൻ വൺ മിഷൻ. ഓൾസോ വി ആർ ഇൻ ദി ടെമ്പിൾ ഓഫ് ദി ലിവിങ് ഗാഡ്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. കൈകൾ കൊണ്ടുണ്ടാക്കിയ ടെമ്പിളിലല്ല, മാനുഷ്യ നിർമ്മിതമായ ടെമ്പിളിലല്ല ഞാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഏദൻ തോട്ടത്തിൽ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആ മൺകൂടങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ ആലയങ്ങളാ. ആ ആലയങ്ങൾ ശുദ്ധീകരിച്ചാൽ ഈ ആലയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു ആലയം, അത് ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ കണ്ടു കാണും ചില ട്രാക്ട്, തമ്പിയുടെ ഹൃദയം. തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന അകത്ത് ലോകത്തുള്ള എല്ലാ ജീവികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി, പേര് തമ്പി എന്ന, അവൻ്റെ ഹൃദയം നിറച്ച് അന്യദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. സുവിശേഷന്മാർ പലരും സുവിശേഷം പറഞ്ഞിട്ടും അനുസരിച്ചില്ല. അവസാനം അവൻ്റെ ജീവിതം ക്രമീകരിച്ച് അവൻ്റെ ജീവിതത്തിലുള്ള അഴുക്കുകൾ, അന്യദൈവങ്ങളെല്ലാം ഇറക്കിക്കളഞ്ഞിട്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്നു എന്നൊരു തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു ട്രാക്റ്റുണ്ട്. അത് പലരും വായിച്ചു കാണും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരുടെ അല്ല, ഇവിടെ എല്ലാം വിശുദ്ധന്മാരാണല്ലോ, പരിശുദ്ധന്മാരാണല്ലോ, ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമല്ല. നമ്മൾ വെളിയിൽ പോയി മിനിസ്ട്രിക്ക് പോകുമ്പോൾ അത് പോകുന്നതിന് മുൻപ് സ്കേവയുടെ മക്കൾക്ക് പറ്റിയതുപോലെ പറ്റാതിരിക്കാൻ സൂക്ഷിക്കുക. പത്രോസും യോഹന്നാനും അവരെ എഴുന്നേൽപ്പിച്ച് നടത്തി. എന്നാൽ നമുക്കത് നടത്താൻ സാധിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമേലിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് കാലം ദൈവത്തിൻ്റെ ആത്മീയ ശക്തി നമ്മുടെ മേൽ പകർന്നാൽ നമ്മൾ പോകുന്ന വഴിയിലേക്കെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കും. ആകയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുക്കത്തോടുകൂടി ദൈവം അയക്കേണ്ടതിനു വേണ്ടി, ദൈവമേ എന്നെ അയക്കണമേ, ഞാൻ ഇതാ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നു എങ്കിൽ അവരുടെ മുൻപിൽ, അവരുടെ ഹൃദയത്തിൽ ദൈവം പരിശുദ്ധാത്മാവ് നിറയ്ക്കുകയും അവരെ ദൈവത്തിൻ്റെ കയ്യിലിണങ്ങി ആയുധങ്ങളാക്കി തീർക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് സമയം തന്ന കർത്താവിൻ്റെ ദാസന്മാരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.